പ്രൊഫസർ എം.എൻ. കാരശ്ശേരിയുടെ ഒരു പുസ്തകം, ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, വളരെ അടിയന്തരമായി വാങ്ങിക്കുന്നതാണ്. അദ്ദേഹത്തുമായി കോൺടാക്ട് ചെയ്തിട്ട് വായിക്കുന്നതാണ്. ജനാധിപത്യം എന്ന കൂട്ടക്ഷരത്തെക്കുറിച്ചാണ് അദ്ദേഹത്തെ പുസ്തകം വന്നിട്ടുള്ളത്. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള ചില റിവ്യൂകളും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ചില വാട്സപ്പ് മെസ്സേജുകളുമൊക്കെ കാണുവാനിടയായി. ജനാധിപത്യം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ കാരശ്ശേരി മാഷിൻ്റെ പുസ്തകം വായിച്ചാലും ഇല്ലെങ്കിലും കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. അതെന്തായാലും പുസ്തകം വായിക്കുമ്പോൾ പുസ്തകത്തെ വിലയിരുത്തി മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. എന്താണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ജനാധിപത്യം എത്രയോ കാലമായി മരിച്ചു പോയിട്ട്, നെഹ്റുവിൻ്റെ കാലം തുടങ്ങി ഇന്ദിരയുടെ കാലം എത്തിയപ്പോൾ അവിടെ മുതൽ തുടങ്ങിയതാണ് ജനാധിപത്യത്തിൻ്റെ ധ്വംസനം. അത് പലതരത്തിൽ ഇന്ത്യയിൽ വന്നു. അടിയന്തരാവസ്ഥ വന്ന് അത് മറ്റൊരു കാര്യം. ഞാൻ അടിയന്തരാവസ്ഥയല്ല പറയാൻ ഉദ്ദേശിച്ചത്. അടിയന്തരാവസ്ഥ വന്നു, അതൊരു പ്രധാന കാര്യമാണ്. ഇന്ദിര എന്ന ഒരു വ്യക്തി തന്നെയാണ്, ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ എടുത്ത ഒരു വല്ലാത്ത തീരുമാനമാണ് ഇന്ത്യൻ ജനതയെ അടിയന്തരാവസ്ഥയുടെ കാളരാത്രികളിലേക്ക് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 വർഷവുമാകുന്നു. 75-ലാണ് അത് സംഭവിച്ചത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ അടിയന്തരാവസ്ഥ പറയാനല്ല ജനാധിപത്യ വിരുദ്ധത പറഞ്ഞത്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആരാണോ രാജാവ്, ആ രാജാവിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ അഭിരമിക്കും. അത് രാമൻ്റെ കാലം, രാമൻ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളതൊക്കെ വേറെ കഥ. അത് മിത്താണോ സാഹിത്യമാണോ ഐതിഹ്യമാണോ അതൊക്കെ വേറെ. പക്ഷേ രാമൻ്റെ രാജ്യം, രാമരാജ്യം എന്ന് പറഞ്ഞ് നമ്മൾ അഭിരമിക്കും. അതുപോലെ തന്നെ ഓരോ രാജാക്കന്മാരുടെ പേര്, ഇപ്പോൾ സോതി തിരുനാൾ രാജാവ്, കാർത്തിക തിരുനാൾ രാജാവ്, ഇങ്ങനെ ചിത്ര തിരുനാൾ രാജാവ്, രാജാവിൻ്റെ ഭരണത്തിന് വേണ്ടി നമ്മൾ കാംക്ഷിക്കും. രാജാവ് ചെറിയ കുട്ടിയാണെങ്കിലും ചെറിയ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർ കുടുംബത്തിൻ്റെ മുറയനുസരിച്ച് അവർ രാജാവാകും, രാജ്ഞിയാകും. അവരുടെ അവദാനങ്ങൾ പാടി, അവരെ വാഴ്ത്തിപ്പാടി, അവരുടെ സുഖസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരുടെ നക്ഷത്രം ശ്രീമൂലം തിരുനാൾ, അതിനകത്ത് നമ്മൾ ശ്രീ ചേർക്കും, ശ്രീ അവിട്ടൻ തിരുനാൾ, അവിട്ടൻ ശ്രീ ചേർക്കും. അതുപോലെ രാജാവ് മരിച്ചു പോയാൽ നാട് നീങ്ങി എന്ന് പറയും. അങ്ങനെ അത് പിന്നെ നല്ല രസമാണ്. പിന്നെ പട്ടി ചത്താൽ ചത്തു എന്ന് പറയും, ചാത്തൻ ചത്താൽ ചത്തു എന്ന് പറയും, പിന്നെ കുറച്ച് പേരാണെങ്കിൽ മരിച്ചു എന്ന് പറയും, കുറച്ചുകൂടെ വലുതാണെങ്കിൽ അന്തരിച്ചു എന്ന് പറയും, ചിലർക്ക് പിന്നെ കാലം ചെയ്തു എന്ന് പറയും, ചിലരെ നാട് നീങ്ങി എന്ന് പറയും, ചിലർ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയും, ചിലർ ആദിസങ്കല്പത്തിൽ ലയിച്ചു എന്ന് പറയും, ചിലർ പരലോകവാസം പോയി എന്ന് പറയും. അങ്ങനെ മരണത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ജാതി മതവും പറഞ്ഞാൽ അത് തന്നെ ഒരു വീഡിയോയ്ക്ക് ഉണ്ട്. അത് പോട്ടെ, ഞാൻ സാന്ദർഭികമായ ഒരു മിനിറ്റ് സൂചിപ്പിച്ചു എന്നുള്ള ഒരു സെക്കൻഡ്. ഇവിടെ രാജാധിപത്യത്തിൻ്റെ അലകൾ ഇപ്പോഴുമുണ്ടോ? ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനത കേട്ടൊരു മുദ്രാവാക്യമാണ് ഇന്ദിരയെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ. ഇന്ദിരയെ വിളിച്ചു, രാജ്യം ഇന്ദിരയെ വിളിച്ചു. വ്യക്തി അധിഷ്ഠിത രാജ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ, NDA ബീഹാർ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയാൽ മോഡി രാജിവെക്കണമെന്നാണ്. അതെങ്ങനെയാണ് മോഡി രാജിവെക്കുന്നത്? കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ മോഡി രാജിവെക്കണം. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ, NDA രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തിൻ്റെ ഏകബിന്ദു, അപ്പോൾ ഛത്രാധിപതിയായിട്ടുള്ള ഏകബിന്ദു നരേന്ദ്രമോദി. ഇനി നിങ്ങൾ സംസ്ഥാനങ്ങളിലേക്ക് വരൂ. സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാലിൻ = തമിഴ്നാട്, അരവിന്ദ് കെജ്രിവാൾ = ഡൽഹി. ഒരു കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ചന്ദ്രബാബു നായിഡു = ആന്ധ്രാപ്രദേശ്, NT രാമറാവു = ആന്ധ്രാപ്രദേശ്. കേരളത്തിലേക്ക് വരുമ്പോൾ കരുണാകരൻ = കേരളം എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. കുറേ കൂടി ജനാധിപത്യപരമായി ഐക്യ ജനാധിപത്യ മുന്നണി എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ എന്തു പറഞ്ഞാലും, ഏത് പറഞ്ഞാലും, നന്മ പറഞ്ഞാലും, തിന്മ പറഞ്ഞാലും, മോശം പറഞ്ഞാലും, കൊള്ളരുതായ്മ പറഞ്ഞാലും, എന്തു പറഞ്ഞാലും പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. എനിക്ക് പിണറായി വിജയനോടോ നരേന്ദ്രമോദിയോടോ വ്യക്തിപരമായി യാതൊരു അകലവുമില്ല, അടുപ്പവുമില്ല. രാഷ്ട്രീയമായി എനിക്ക് അവരാരോടും ഒരു അടുപ്പമുള്ള ആളല്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ, ഒരു പഞ്ചായത്തിൽ റേഷൻ കടയിൽ ഒരു തല്ല് നടന്നാൽ, അല്ലെങ്കിൽ ഒരു പട്ടി ചത്താൽ ഉടനെ പിണറായി വിജയൻ രാജിവെക്കണം. അതാണ് നമ്മുടെ ഡിമാൻഡ്. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് നമ്മൾ ആരും സമരം ചെയ്യാറില്ല. അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ അവിടുത്തെ ആരും രാജിവെക്കണമെന്ന് പറയാനില്ല. ഉടൻ നമ്മൾ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയും. നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഫോക്കസ് ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുന്നത് പിണറായി വിജയനിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആര് തോറ്റാലും, ആര് ജയിച്ചാലും, ഓപ്പറേഷൻ സിന്ദൂർ തോറ്റാലും, എന്ത് സംഭവിച്ചാലും നരേന്ദ്രമോദി എന്ന വ്യക്തിയാണ്. ഇവിടെ തന്നെ കേരളത്തിലെ BJPയുടെ പ്രചരണ ആയുധം എന്താണ്? മോദിക്കൊപ്പം വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം. എല്ലാവരും അങ്ങനെ ഏകഛത്രാധിപതികളെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നിടത്ത് എന്ത് ജനാധിപത്യമാണ് ഉണ്ടായിരുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ് ഇതിൻ്റെ അപജയം വല്ലാതെ അതിനകത്ത് കയറിപ്പറ്റിയിട്ടുണ്ട്. ഓരോ വ്യക്തി അധിഷ്ഠിതമായ പൂജകൾ, ആരാധനകൾ, ആ വ്യക്തി അധിഷ്ഠിതമായ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വ്യക്തികളെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള,
വ്യക്തികളെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ, വിഗ്രഹാരാധനയോടാണല്ലോ അവർക്ക് കുറച്ച് അണികളെ താഴേക്ക് കിട്ടുന്നത്. അങ്ങനെ വ്യക്തി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ജനാധിപത്യം എവിടെയാണ്? അത് 5 വർഷത്തിലൊരിക്കൽ കൂടുമ്പോൾ ചെയ്യുന്ന വോട്ടെടുപ്പിൽ മാത്രമാണോ ജനാധിപത്യം? ബാക്കി എടുക്കുന്ന തീരുമാനങ്ങളിൽ എവിടെയാണ് ജനാധിപത്യം? കൂട്ടായ തീരുമാനമുണ്ടോ? എല്ലാവരും 20 മന്ത്രിമാരുണ്ടെങ്കിൽ ആ മന്ത്രിമാർ അപ്രസക്തമായിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി തന്നെ എല്ലാത്തിൻ്റെയും കാരണഭൂതനായി നിൽക്കുന്നത് പോലെ കേരളത്തിൽ ചിത്രീകരിക്കുന്നത്, അത് ചിലപ്പോൾ മുഖ്യമന്ത്രി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ ചിത്രീകരിച്ച് വരുന്നു. ഇരട്ടച്ചങ്കനെന്നും അതുപോലെ പരിവർത്തനവാദിയെന്നും നവോത്ഥനവാദിയെന്നും അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലുള്ള കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങളിലൂടെ ഒരു വ്യക്തി പൂജ കേരളത്തിലുണ്ടോ? അത് ഗൗരവമായ ഒരു വിഷയമാണ്. ക്യാപ്റ്റൻ എന്ന് വി ഡി സതീശനെ പറഞ്ഞപ്പോൾ സതീശൻ പറഞ്ഞു, ഞാൻ ക്യാപ്റ്റൻ ഒന്നുമല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞത് അതൊരു ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടെ ഉള്ളത് കൊണ്ടാണോ എന്ന് സാധാരണ ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാൾ കയറി വന്നാൽ ബാക്കിയുള്ളവർ വെട്ടുമോ എന്ന ഭയം, അല്ലാതെ ഏകഛത്രാധിപതിയായി കോൺഗ്രസിൽ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ കെ മുരളീധരനോ സണ്ണി ജോസഫിനോ ആർക്കെങ്കിലും വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെയും വ്യക്തിപൂജ ഉണ്ടാകുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് രാഷ്ട്രീയത്തിൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജനാധിപത്യം എവിടെ? ജനാധിപത്യത്തിന് പകരം ഏകാധിപത്യത്തിലേക്കല്ലേ നമ്മൾ ചലിക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെയോ ഭരണകൂടങ്ങളെയോ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റുകളെയോ അത് തുടർച്ചയായി തിരഞ്ഞെടുത്താലും, മോഡിയെയും തുടർച്ചയായി തിരഞ്ഞെടുത്തു, ഇവിടെ പിണറായി വിജയനെയും തുടർച്ചയായി തിരഞ്ഞെടുത്തു, അങ്ങനെ തുടർച്ചയായി തിരഞ്ഞെടുത്താലും ഇനി ശ്രീ പിണറായി വിജയൻ 3-ാം ഊഴം കിട്ടിയാലും LDFന് കിട്ടിയാലും പിന്നെ നരേന്ദ്രമോദി 47 വരെ ഭരിക്കും, വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ അതുവരെ ഭരിച്ചാലൊന്നുമല്ല വിഷയം. നമ്മുടെ വിഷയം വളരെ വളരെ കൃത്യമാണ്. നമ്മുടെ ചോദ്യം, നമ്മുടെ വിഷയം ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾക്ക് മുകളിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണകൂടമാണോ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പുറത്ത് ജനങ്ങളുടെ മേലിൽ കുതിര കയറുന്ന ഏകഛത്രാധിപതികളുടേതാണോ ജനാധിപത്യം എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഞാനോ നിങ്ങളോ നമ്മളോ അല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ ഈ ഏതെങ്കിലും ഫെലോഷിപ്പ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടാൻ, ഏതെങ്കിലും സമിതിയിൽ കയറിയിരിക്കാൻ, ഒരു ഫാക്കൽറ്റി ആകാൻ ഒക്കെ നടക്കുന്ന സാംസ്കാരിക സാമൂഹ്യ നവോത്ഥാന നായകരെ നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. അതുപോലെ മാധ്യമങ്ങളാണ് ഇതിന് ചർച്ച തുടർന്നു കൊണ്ടുവരേണ്ടത്. എവിടെയാണ് ജനാധിപത്യം? ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് വഴി മാറുമോ? ആ ഏകാധിപത്യത്തിലേക്ക് വരുന്ന വ്യക്തികൾ അവർ നന്മ ചെയ്യുന്നവരായിരിക്കും. എല്ലാവരും തിന്മക്കാരാണ്. ഇപ്പോൾ ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ, അല്ലെങ്കിൽ സാർ ചക്രവർത്തിയെ പോലെ ഇവരെല്ലാം കുഴപ്പക്കാരാണെന്നുള്ളൊരു ചിന്തയെ എനിക്കില്ല, അല്ലെങ്കിൽ നമുക്കങ്ങനെ ചർച്ചയില്ല. പക്ഷേ എന്നാലും ജനാധിപത്യം മരിക്കുകയും ഏകാധിപത്യത്തിലേക്ക് വ്യക്തി അധിഷ്ഠിതമായ എന്തു കാര്യം വന്നാലും BJPക്ക് വന്നാൽ ഉടൻ നരേന്ദ്രമോദി, വികസനം വന്നാൽ നരേന്ദ്രമോദി, ദോഷം വന്നാൽ നരേന്ദ്രമോദി, വർഗീയ കലാപം വന്നാൽ നരേന്ദ്രമോദി, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ നരേന്ദ്രമോദി, എല്ലാം മോദി നയിക്കും എന്ന് പറയുന്നിടത്ത് എന്ത് ജനാധിപത്യം? തിരിച്ച് താഴേക്ക് വരുമ്പോൾ എല്ലാം പിണറായി നയിക്കുമെന്ന് പറയുന്നിടത്ത്, ഞാൻ സ്റ്റേറ്റിൻ്റെയും രാജ്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു, തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്, വിജയ് നയിക്കും, ഇനി വിജയാണ് എന്ന് പറയുന്നിടത്തുണ്ട് ഈ അപകടം. അങ്ങനെ ഏതു നാട്ടിലെടുത്താലും ജനാധിപത്യത്തെ കൊല്ലുന്ന ഏകഛത്രാധിപതികൾ വളർന്നു വരുന്ന പുതിയ കാലമാണ് കേരളവും ഭാരതവും കാണുന്നത്. അത് ജനാധിപത്യത്തിന് അനുഗുണനമല്ല. അതിൽ ചർച്ചയിൽ നിശബ്ദരായിരിക്കുന്നവരാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത്. ബഹളമുണ്ടാക്കുന്നവരെക്കാൾ, രാജ്യാധികാരം പിടിച്ചെടുക്കുന്നവരെക്കാൾ ഒരു രാജ്യം നശിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം വരുന്ന നിശബ്ദരുടേത് കൂടിയാണ് ഈ നാശത്തിന് കാരണം. ആ ഭൂരിപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന സാമൂഹ്യ പ്രവർത്തകരുടെ മൗനമാണ് ഏറെ ദുരൂഹം.